welcome back to another class of State Crash Class conducted by Archana Study Center. അപ്പോൾ ഇന്ന് 7th ചാപ്റ്റർ ആയ കോർഡിനേറ്റ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്റ്റൻസ് ഫോർമുലയാണ് കോർഡിനേറ്റ്സിലെ. അതായത് രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം നമുക്കൊന്ന് നോക്കാം അല്ലേ. രണ്ട് പോയിന്റ്സ് ലെറ്റ് x1 y1 എന്നാണ് ഒരു പോയിന്റ്, മറ്റൊരു പോയിന്റ് x2 y2 ആണെന്ന് കരുതുക. ഇതിന്റെ ഇടയിലുള്ള ലൈനിന്റെ ഇത് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ലെങ്ത് L ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് L is equal to root of x2 minus x1 whole square plus y2 minus y1 whole square ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. എങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഡയഗണൽസ് ഓഫ് ദി കോർഡിനേറ്റർ ഇൻ ദ പിക്ചർ ബിലോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കോർഡിനേറ്ററിന്റെ പിക്ചറാണ്. ABCD എന്ന കോർഡിനേറ്ററിലാണ്. അതിന്റെ എയുടെ കോർഡിനേറ്റ്സ്, ബിയുടെ കോർഡിനേറ്റ്സ്, സിയുടെ കോർഡിനേറ്റ്സ്, ഡിയുടെ കോർഡിനേറ്റ്സ് അവർ തന്നിട്ടുണ്ട്. ഇനി ഇവരുടെ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അതിന്റെ ഇടയിലുള്ള ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോ 4 കേസായിട്ട് എടുക്കാം. ആദ്യം നമുക്ക് AB-യുടെ ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ. AB എന്ന് പറയുന്നത് കേസ് 1 AB. ഓക്കെ, AB എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നോക്കിക്കേ, -2 ആണ് y കോർഡിനേറ്റ്സ് വരുന്നത്. അതായത് y കോർഡിനേറ്റ്സ് ഇത് ചേഞ്ച് ചെയ്യില്ല. അതായത് എക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ എക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ്, y കോർഡിനേറ്റ്സിന് ചേഞ്ച് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 മൈനസ് x1 ആയിരിക്കും ഇതിന്റെ ലെങ്ത് വരാം. ഓക്കെ, സോ AB is equal to മോഡുലസ് ഓഫ് x2 മൈനസ് x1 ആയിരിക്കും. ഓക്കെ, അപ്പൊ AB-നെ സംബന്ധിച്ച് x1 y1 എന്ന് പറയുന്നത് എന്താണ്? A ആണ് അല്ലെ. A ആണ് x1 y1 -3 -2 വരും. B ആണ് എന്ത് പറയുന്നത്? x2 y2 പറയുന്നത് അല്ലെ. സെക്കൻഡ് പോയിന്റ് ഇതാണ്. സോ ദിസ് ബിക്കം 1 -2 വരും. നമുക്ക് y കോർഡിനേറ്റ്സ് സെയിം ആണല്ലോ. സോ x കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആയിരിക്കും അതിന്റെ ലെങ്ത് വരുന്നത്. സോ ഇതിന്റെ ലെങ്ത് AB എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് 1 മൈനസ് ഓഫ് -3 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ആണ് AB-യുടെ ലെങ്ത് വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കുന്നത് AD എന്നതാണ്. കേസ് 2 AD. AD നോക്കിക്കോളൂ. AD-യെ സംബന്ധിച്ച് A എന്ന് പറയുന്നത് x1 y1 ആണ്. A എന്ന് പറയുന്നത് എന്താണ്? -3 -2 ആണ് വരുന്നത്. D എന്താണ് വരുന്നത്? x2 y2. പോയിന്റ് x2 y2 എടുത്ത് അത് എന്താണ് വരുന്നത്? -3 1 ആണ് അല്ലെ. AD ഇതാണ് വരുന്നത്. -2 -3 -2 -3 1. ഓക്കെ, അങ്ങനെ എയും ഡിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കിക്കേ, നമ്മുടെ x1ഉം x2ഉം സെയിം ആണ്. അതായത് ഇത് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് കണ്ടാലും അറിയാം y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. അങ്ങനെയാണെങ്കിൽ AD നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് y2 മൈനസ് y1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 1 മൈനസ് ഓഫ് -2 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ആണ് ഇതിന്റെ വരുന്നത്. AD ഇസ് ഈക്വൽ ടു 3. രണ്ടെണ്ണത്തിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് CD ആണ് അല്ലെ. കേസ് 3 CD. ഓക്കെ, CD എന്ന് പറയുന്നതിന്റെ C എന്ന പോയിന്റ് ആണ് x1 y1 എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 0 വരും. ഓക്കെ, D എന്ന് പറയുന്നത് എന്താണ്? x2 y2 ആണ്. ദാറ്റ് ബിക്കം -3 1 വരും. ക്ലിയർ ആണെന്ന് കരുതും. ഇനി നമുക്ക് ലെങ്ത്തിന്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. കാരണം ഇതിന്റെ എക്സ് ആക്സിസും എക്സ് കോർഡിനേറ്റ് 0-ൽ നിന്നും -3ലേക്കും y 0-ൽ നിന്നും 1ലേക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഇതൊരു പാരലൽ ലൈൻസ് ഒന്നല്ല, ഒരു ആക്സിസിനും പാരലൽ അല്ല. അതുകൊണ്ട് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുന്ന റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്.
ക്ലിയർ ആണെന്ന് കരുതുന്നു. ദാറ്റ് ബിക്കം x2 എന്ന് പറയുന്നത് -3 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -3 - 0 എന്ത് വരും -3 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 9 പ്ലസ് 1 സ്ക്വയർ 1 ഈക്വൽ ടു റൂട്ട് 10 വരും. ഇതാണ് നിങ്ങളുടെ എന്ത് വരുന്നത് CD വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് കേസ് 4. കേസ് 4 എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് കണ്ട് നമുക്ക് എന്താണ് ബി സിനെ സംബന്ധിച്ച് ബി എന്ന് പറയുന്നത് എന്താണ് x1 y1 ആണ് അല്ലെ. x1 y1 എന്താ വരുന്നത് 1 - 2. ഓക്കെ. സി എന്താണ് വരുന്നത് x2 y2 അല്ലെ. x2 y2 എന്താ വരുന്നത് 0 0. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. ബി സി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? വീണ്ടും ഇക്വേഷൻ എഴുതുന്നില്ല. x2 - x1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 0 - 1 ഹോൾ സ്ക്വയർ 0 - 1 ഹോൾ സ്ക്വയർ വരും. ദെൻ നെക്സ്റ്റ് y2 - y1 ഹോൾ സ്ക്വയർ 0 - -2 ഹോൾ സ്ക്വയർ 0 - -2 ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് 0 - 1 ഹോൾ സ്ക്വയർ എന്താണ് 1 സ്ക്വയർ. ഓക്കെ. -1 ഹോൾ സ്ക്വയർ 1 തന്നെയാണ് വരുന്നത്. നമുക്ക് 1 എഴുതാം. 0 - -2 + 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 5. ബി സി എന്ന് പറയുന്നത് റൂട്ട് 5 ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് വരുന്നത് റൂട്ട് 10 ആണ് എന്ത് വരുന്നത് നിങ്ങൾക്ക് CD വരുന്നത്. CD എന്ന് പറയുന്നത് റൂട്ട് 10 ആണ്. ബി സി റൂട്ട് 5 ആണ്. AB 3 ആണ്. അതുപോലെ AD എത്രയാണ് 3 ആണ്. 4 എണ്ണത്തിന്റെ ലെങ്ത് കിട്ടി. നമുക്ക് എടുത്തെഴുതാം. ഇവിടെ എന്താ വരുന്നത് AB എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ 3 ആണ്. CD എന്താണ് വരുന്നത് റൂട്ട് 10 ആണ്. ഇതെന്താണ് റൂട്ട് 5 ആണ്. ഇങ്ങനെ നമുക്ക് 4 സൈഡിന്റെയും ലെങ്ത് കണ്ടുപിടിക്കാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ജസ്റ്റ് ആ ഇക്വേഷൻ അറിയുക. x1 y1 സെലക്ട് ചെയ്യാൻ അറിയുക. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം സ്കോർ ചെയ്യാം. നമുക്ക് മാർക്ക് നമുക്ക് ചെയ്ത് പഠിക്കാതെ പോകരുത് ഈ ചാപ്റ്റർ. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് ഈസ് 10. ചെക്ക് വെദർ ഈച്ച് പോയിന്റ്സ് വിത്ത് ദ കോർഡിനേറ്റ് 6 9 5 9 6 8 ഈസ് വിത്തിൻ ദ സർക്കിൾ ഔട്ട്സൈഡ് ദ സർക്കിൾ ഓർ ഓൺ ദ സർക്കിൾ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പ്രകാരം ഒറിജിൻ സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ റേഡിയസ് 10 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. 6 9 5 9 6 8 അങ്ങനെ കുറച്ച് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് സർക്കിളിന്റെ ഉള്ളിലാണോ സർക്കിളിന് പുറത്താണോ അതോ സർക്കിളിലാണോ ലേ ചെയ്യുന്നതെന്നാണ് അവര് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് ഉള്ളത്? അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം ഒന്ന് സർക്കിൾ വരച്ചു നോക്കാം അല്ലെ. തന്നിരിക്കുന്ന സർക്കിളിന്റെ ഒറിജിൻ 0 0 ആണ്. ഓക്കെ. റേഡിയസ് തന്നിരിക്കുന്നത് 10 ആണ്. ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. 3 പോയിന്റ്സ് ഉണ്ട്. ലെറ്റ് എ എന്ന് പറയുന്നത് 6 9 ആണ്. ഓക്കെ. ബി എന്ന് പറയുന്നത് 5 9 ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് 6 8 ആണ്. ഇതിന് സർക്കിളിന്റെ സെന്റർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇഫ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 10, ആ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? സർക്കിളിലാണ് കിടക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10, അത് എവിടെയാണ് കിടക്കുന്നത്? ഔട്ട്സൈഡ് ദ സർക്കിൾ. ലെങ്ത് കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയിന്റ് എന്തായിരിക്കും? സർക്കിളിന് പുറത്താണ് കിടക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 10, അങ്ങനെയാണെങ്കിൽ എന്തോരം ആ ലെങ്ത് 10നേക്കാൾ കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് സർക്കിളിന്റെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റ് ആണ്. സർക്കിളിന്റെ ഉള്ളിലുള്ള പോയിന്റ് എവിടെ? ഇവിടെ കിടക്കും. സർക്കിളിലുള്ള പോയിന്റ് ഇതിലിരിക്കും. പുറത്തുള്ള പോയിന്റ് ഇങ്ങനെ ഇരിക്കും. ഏതൊക്കെയാണെന്ന് നമുക്കൊക്കെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എ നോക്കാം. കേസ് 1. കേസ് 1 പ്രകാരം നമുക്ക് 2 കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? x1 y1 എന്ന് പറയുന്നത് 6 9 ഉം x2 y2 എന്ന് പറയുന്നത് നേരെ തിരിച്ചെടുത്താലും തെറ്റില്ല കേട്ടോ. നമ്മൾ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. 0 0 ആണ്. അപ്പൊ നമുക്ക് ലെങ്ത് ഒന്ന് നോക്കി നോക്കാം. ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 എന്ന് പറയുന്നത് എന്താണ്? 0. x1 എന്ന് പറയുന്നത് 6 ആണ്. പ്ലസ് y2 എന്താ വരുന്നത്? 0 0 - 9 ഹോൾ സ്ക്വയർ. ഓക്കെ. നമുക്കൊന്നും ചെയ്ത് നോക്കാം. ദിസ് ബിക്കം 36. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. 9 സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. ദെൻ ദിസ് ബിക്കം 7 11 അല്ലെ. എന്തായാലും ഇത് റൂട്ട് 100നേക്കാൾ വലിയ നമ്പർ ആണ്. 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്.
അല്ലെ? 10 എന്ന് പറഞ്ഞാൽ റൂട്ട് 100 ആണ്. ഈ ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് 100 വലുതാണ് അല്ലെ? റൂട്ട് 100 ആണ് നമുക്ക് 10 അല്ലെ? 100 വലുതാണ്, റൂട്ട് 100 വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ എ എന്ന പോയിന്റ് 69 എന്ന പോയിന്റ് എന്താണ്? സർക്കിളിന്റെ പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി നെക്സ്റ്റ് കേസ് 2 ഒന്ന് നോക്കി നോക്കാം. കേസ് 2 പ്രകാരം x1 y1 എന്ന് പറയുന്നത് 0 0 ആണ്. x2 y2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? നമുക്ക് 5 9 ആയിട്ട് എടുക്കാം. Then length is equal to നമുക്ക് എന്ത് എഴുതാം? root of x2 minus x1 whole square plus y2 minus y1 whole square എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇല്ല, അപ്പൊ x2 എന്താ വരുന്നത്? 5 minus 0 whole square plus y2 എന്താ വരുന്നത്? 9 minus 0 whole square. This become 25 plus 81. എന്താ വരുന്നത്? 25 plus 81 5 9 എന്താ വരുന്നത്? ഈക്വൽ ടു 106 ആണ് വരുന്നത്. ഇതും എന്താണ് വരുന്നത്? 100 വലുതാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ പോയിന്റും എന്താണ് കിടക്കുന്നത്? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് 100. സോ ഇതും എന്താണ്? ഔട്ട്സൈഡ് ആണ് നമുക്ക് ബിയും കിടക്കുന്നത്. 5 9 എന്ന പോയിന്റും എന്താണ്? ഔട്ട്സൈഡ് ആണ് കിടക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് കേസ് 3. ഏതാണ് പോയിന്റ്? കേസ് 3 പ്രകാരം നമ്മൾ പോയിന്റ് എടുക്കുന്നത് സി. കേസ് 3 പോയിന്റ് സി എന്ന് പറയുന്നത് x1 y1 എന്ന് പറയുന്നത് നമുക്ക് 6 8 എടുക്കാം. അതുപോലെ x2 y2 അപ്പൊ എന്തായിരിക്കും? 0 0 എടുക്കാം. തിരിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഓക്കെ, x1 y1 x2 ആയിട്ട് മാറ്റിയെടുത്താൽ കുഴപ്പമില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളിത് മൈനസ് ചെയ്തിട്ട് മൈനസ് വന്നാൽ സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ 0 മൈനസ് 6 എന്ന് പറയുമ്പോൾ -6 ആണ്. -6 സ്ക്വയറും 36 ആണ്. 6 മൈനസ് 0 6 ആണ്. 6ന്റെ സ്ക്വയർ എന്താണ് വരുന്നത്? 36 ആണ്. സോ അതുകൊണ്ട് ഒരു ഇഷ്യൂ വരുന്നില്ല. നമുക്ക് ലെങ്ത് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. ഇതെന്ത് വരും? x2 എന്ന് പറയുന്നത് 0 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 8 ഹോൾ സ്ക്വയർ ആണ് വരുന്നത് അല്ലെ? That is equal to -6 whole square 36 ആണ്. -8 whole square എന്ന് പറയുന്നത് 64 ആണ്. This become root 100 അല്ലേ? ലെങ്ത് root 100 that is equal to 10. കറക്റ്റ് റേഡിയസ് ആയി കിട്ടിയില്ലേ? സോ ഈ പോയിന്റ് എവിടെയാ കിടക്കുന്നത്? സി എന്ന പോയിന്റ് നമ്മുടെ സർക്കിളിൽ തന്നെയാണ് എന്ത് കിടക്കുന്നത് അല്ലെ? ലേ ചെയ്യുന്നത് സർക്കിളിൽ തന്നെയാണ്. സോ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി 10ന് താഴെയുള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് സർക്കിളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വേർ ദ സർക്കിൾ സെന്റേർഡ് ഓൺ 1 1 ആൻഡ് വിത്ത് റേഡിയസ് √2 ഇന്റർസെക്ട് ദ കോർഡിനേറ്റ് ആക്സിസ്. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ക്വസ്റ്റ്യൻ പ്രകാരം അവർ പറഞ്ഞിരിക്കുന്നത് സർക്കിളിന്റെ സെന്റർ തന്നിട്ടുണ്ട്, അതിന്റെ റേഡിയസ് √2 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സർക്കിളിന്റെ റേഡിയസ് 1 1 ആണ്, അതിന്റെ റേഡിയസ് √2 ആണ്. അങ്ങനെയാണെങ്കിൽ അത് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആൻഡ് വൈ ആക്സിസ് അല്ലെ? നമ്മൾ 2 ഡയമെൻഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഈ എക്സ് ആക്സിലും വൈ ആക്സിലും അത് കട്ട് ചെയ്യുന്ന പോയിന്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആ കോർഡിനേറ്റ് പോയിന്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ? നമുക്കപ്പോ ഈ സർക്കിള് 1 1 എന്ന് പറയുന്നത് ഇവിടെ 1, ഓക്കെ, ഇവിടെ 1 വരും, ഇവിടെ 0 0 വരും അല്ലെ? അപ്പൊ ഇവിടെ 1 1 എന്ന് പറഞ്ഞ ഈ പോയിന്റിലാണ് എന്ത് വരുന്നത്? സർക്കിളിന്റെ സെന്റർ ഇരിക്കുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലിയർ ആവും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ സർക്കിളിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അപ്പൊ ഒരു സർക്കിൾ വരച്ച് നോക്കാം അല്ലെ? നമ്മൾ ഈ സർക്കിൾ സെന്റർ 1 1 ആയിട്ടുള്ള സർക്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സെന്റർ 1 1 ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് √2 ആണ്. ആണല്ലോ? അപ്പൊ ഞാനിവിടെ ഒരു പോയിന്റ് XY എന്ന് സങ്കല്പിക്കുകയാണ്. XY, ഓക്കെ, XY എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അത് എങ്ങനെ? √2 ആണ് അതിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. XY എന്നത് 0 0 ആണെങ്കിൽ അതിന്റെ എന്താ വരുന്നത് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇഫ് XY എന്ന് പറയുന്നത് 0 0 ആണെങ്കിൽ
0 0 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഡിസ്റ്റൻസ് ലെങ്ത് is equal to മറ്റേ സെന്റർ എന്ന് പറയുന്നത് 1 1 ആണ് അല്ലേ? 1 minus 0 whole square plus 1 minus 0 whole square that is equal to root of 1 plus 1 equal to root 2. അപ്പൊ റേഡിയസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ 0 0 എന്ന പോയിന്റ്, അതായത് ഈ ഒറിജിൻ എപ്പോ ഏതിൽ കൂടെയാണ് കടന്നു പോകുന്നത്? സർക്കിളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ക്ലിയർ ആണ് അല്ലെ? സർക്കിൾ കൂടെയാണ് എന്ത് പറയുന്നത്? 0 0 കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. കാരണം ഈ ഡിസ്റ്റൻസ് √2 ആണെങ്കിൽ ഇവിടെ എക്സ് ആക്സിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലെ? പിന്നെ ഇവിടെ 2 കിട്ടണമെങ്കിൽ, ഈ ഡിസ്റ്റൻസ് 2 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരണം? ഓക്കെ, 2 കിട്ടണമെങ്കിൽ ഇവിടെ 2 ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് വരുന്നുണ്ടാവുക. 2 minus 1 whole square. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് നോക്കൂ. ഇവിടെ XY എന്ന് പറയുന്നത് നമ്മൾ x2 അല്ലെങ്കിൽ x1 y1 എന്ന് പറയുന്നത് 2 0 എടുത്തു. x2 y2 എന്ന് പറയുന്നത് y2 എന്ന് പറയുന്നത് 1 1 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 2 minus 1 whole square plus 1 minus 0 whole square കിട്ടും അല്ലെ? That is 1 square plus 1 square root of that is equal to √2. ഈ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് y ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതുപോലെ കണ്ടുപിടിക്കാം. y ആക്സിസിലുള്ള പോയിന്റിന്റെ x കോർഡിനേറ്റ് 0 ആവും, y കോർഡിനേറ്റ് എന്തായിരിക്കണം? 2 ആയിരിക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. നമുക്കത് ആ റിലേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. സെന്ററും റേഡിയസും ആണെങ്കിൽ സർക്കിളിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് കിടക്കണമെങ്കിൽ അതിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെന്ററും അതുപോലെ 0 2 2 0 എന്നീ പോയിന്റ്സ് എന്തിലാണ് കിടക്കുന്നത്? സർക്കിളിൽ തന്നെയാണ് കിടക്കുന്നത്. അതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് കോർഡിനേറ്റ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റ്സ് എടുക്കുക, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ റേഡിയസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ആ സർക്കിളിൽ തന്നെയാണ് കിടക്കുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇതൊക്കെയാണ് കോർഡിനേറ്റ്സിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് വിട്ടുപോവാതെ പഠിക്കുക, റിവൈസ് ചെയ്യുക. മറ്റൊരു ദിവസം പുതിയൊരു ചാപ്റ്ററായി നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.